നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് A4 ഷീറ്റ് വെച്ചിട്ട് ചെയ്യാവുന്ന കുറച്ച് ക്രാഫ്റ്റ് ഐഡിയാസ് കാണാം. അപ്പോൾ കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാവുന്ന സിമ്പിൾ ഐഡിയാസ് ആണ്. നമ്മളിപ്പോൾ പെൻസിൽ പൗച്ചാണ് ഉണ്ടാക്കുന്നത്. അതും വെറും പേപ്പർ യൂസ് ചെയ്തിട്ടാണ് ചെയ്തെടുക്കുന്നത്. 3 വെറൈറ്റി ആയിട്ടുള്ള പേപ്പർ പൗച്ചസ് ആണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ആദ്യത്തെ പൗച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലത്തെ വേസ്റ്റ് ക്രാഫ്റ്റ് പേപ്പേഴ്സ് ആണ് വേണ്ടത്. നമ്മൾ ക്രാഫ്റ്റൊക്കെ ചെയ്തിട്ട് ബാക്കി വരുന്ന പേപ്പറുകൾ ഉണ്ടാവില്ലേ, അതൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ക്രാഫ്റ്റ് പഞ്ച് വെച്ചിട്ട് പല കളേഴ്സിന് ഇതുപോലെ ഒരു ഷേപ്പ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പം ടെഡി ബെയറിൻ്റെ ഷേപ്പാണ് പഞ്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പല കളേഴ്സുള്ള ടെഡി ബെയറിനെയാണ് ഞാൻ കട്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഇതേ കുറച്ചധികം ഇതുപോലെ ടെഡി ബെയറിനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു വൈറ്റ് പേപ്പർ എടുത്തിട്ട് ഈ ഓരോ ടെഡി ബെയറിനെ ഇങ്ങനെ പല പല സ്ഥലത്തായിട്ട് ഗ്ലൂവിനെ കൊണ്ട് ഒട്ടിച്ചു കൊടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇതേ ഫുള്ളായിട്ട് ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം അതിനെ ഒന്ന് ഉണങ്ങാൻ വെക്കണം. അതിന് ശേഷം നമ്മൾ ഈ ഒരു പേപ്പർ ഫുള്ളായിട്ട് സെല്ലോ ടേപ്പ് വെച്ചിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത്. അപ്പോൾ ഇതിനെ വാട്ടർ പ്രൂഫ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ പേപ്പർ ഇതുപോലെ തന്നെ വെച്ചാൽ മതി. സെല്ലോ ടേപ്പ് ഒട്ടിക്കുമ്പോൾ ചുളിവുകളൊന്നും ഇല്ലാണ്ട് ഒട്ടിക്കാൻ ശ്രദ്ധിക്കുക. എന്നാലാണ് കുറച്ചും കൂടെ ഒരു നീറ്റായിട്ടുള്ള ലുക്ക് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിലും കൂടെ ഇതേപോലെ തന്നെ സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ആ പുറത്തേക്ക് എക്സ്ട്രാ ഉള്ള സെല്ലോ ടേപ്പൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇതേ നമുക്ക് ഇതുപോലത്തെ ഒരു ഷീറ്റ് കിട്ടും. ഇനി നമ്മൾ ഇത് വെച്ചിട്ടാണ് പൗച്ച് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനെ 3 ആയിട്ടാണ് നമ്മൾ മടക്കേണ്ടത്. അപ്പോൾ മടക്കുമ്പം ഒരു ഫോൾഡ് കുറച്ച് വലുതും മറ്റേ ഫോൾഡ് കുറച്ച് ചെറുതുമാണ് മടക്കിയെടുക്കേണ്ടത്. എന്നാലാണ് നമുക്ക് ആ പൗച്ചിൻ്റെ ലുക്ക് കറക്റ്റ് കിട്ടുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ 2 സൈഡിൽ ഇതുപോലെ സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇവിടെ സെല്ലോ ടേപ്പ് ഒട്ടിക്കുമ്പോഴും നമ്മൾ നല്ല ടൈറ്റായിട്ട് ഒട്ടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ ഇത് 2 സൈഡിലും ഇതുപോലെ ഒട്ടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു പൗച്ചായിട്ട് റെഡി ആയി കിട്ടും. ഇനി നമുക്ക് ഇതിനൊന്ന് സ്റ്റൈലാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഈ ക്ലോസ് ചെയ്യുന്ന ഭാഗം നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കേർവ് പോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ പെന്നൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പുറത്തേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സെല്ലോ ടേപ്പ് തന്നെ എടുത്തിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു ഭാഗത്ത് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഒട്ടിച്ച് കഴിയുമ്പോൾ നമുക്കിത് തുറക്കാനും പറ്റും അടയ്ക്കാനും പറ്റും. അതവിടെ സെക്യൂർ ആയിട്ട് നിന്നോളും. ഇനി നമുക്കിത് പെൻസിൽ പൗച്ചായിട്ട് യൂസ് ചെയ്യാം. സിമ്പിൾ ഐഡിയ ആണ്. നമുക്ക് ഇഷ്ടമുള്ള അത്രയും നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻസിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് ഐഡിയ എന്താണെന്ന് നോക്കാം. സെക്കൻഡ് ഐഡിയ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ഒരു A4 ഷീറ്റ് എടുത്തിട്ടുണ്ട്. വൈറ്റ് പേപ്പറാണ് എടുക്കുന്നത്. കളർ പേപ്പേഴ്സ് വേണമെങ്കിലും ചെയ്യാം. പല ഡിസൈൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഞാൻ ഈ വൈറ്റ് പേപ്പർ എടുത്തിട്ട് അതിൽ ഒരു ഡിസൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ റെയിൻബോവും ക്ലൗഡ്സും ആണ് വരച്ചു കൊടുക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സെല്ലോ ടേപ്പ് എടുത്തിട്ട് മൊത്തമായിട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഇതിൽ ഞാൻ ഉള്ളിൽ സെല്ലോ ടേപ്പ് ഒട്ടിച്ച് കൊടുക്കുന്നില്ല, പകരം ഇതുപോലെ എക്സ്ട്രാ വന്ന സെല്ലോ ടേപ്പ് കട്ട് ചെയ്ത് കളയാണ്ട് ഇതൊരു ഫോൾഡ് ചെയ്യുമ്പോൾ ഈ 2 സെല്ലോ ടേപ്പ് എക്സ്ട്രാ ഉള്ള 2 സെല്ലോ ടേപ്പും കൂടെ ഒരുമിച്ച് ഒട്ടിയിട്ട് ഇതൊരു പൗച്ചിൻ്റെ ഫോം ആകും. ഇനി നമ്മൾ കുറച്ചൊരു സ്പേസ് വിട്ടിട്ട് നമ്മൾ ഈ സെല്ലോ ടേപ്പ് ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി നമ്മൾ മൂന്നാമത്തെ ഫോൾഡിൽ ഇതുപോലെ ഒന്നിങ്ങനെ കർവ് ഷേപ്പാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളുടെ പൗച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് അടക്കുകയും തുറക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു റബ്ബർ ബാൻഡാണ് ഇവിടെ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പല ഐഡിയാസ് കാണിക്കുന്നതേ ഉള്ളൂ. റബ്ബർ ബാൻഡ് സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു സ്ഥലത്തായിട്ട് നമ്മൾ ഇത് പഴയ ഒരു ഡ്രസ്സിൻ്റെ ഒരു ബട്ടണാണ്, ആ ഒരു ബട്ടണാണ് ഇവിടെ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും പറ്റുന്ന ഒരു പൗച്ചായിട്ട് റെഡിയായി കിട്ടും. ഇന്ന് ഉണ്ടാക്കിയ പൗച്ചുകളിൽ ഏത് പൗച്ചാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമായെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുന്നവർ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് പിക്ചർ ഒന്ന് സെൻഡ് ചെയ്ത് തരിക. ഇനി മൂന്നാമത്തെ ഐഡിയ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വൈറ്റ് പേപ്പർ എടുത്തിട്ട് ഇതേപോലെ ബ്ലാക്ക് മാർക്കർ വെച്ചിട്ട് ഇങ്ങനെ കുറച്ച് റൗണ്ടുകൾ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെർഫെക്റ്റ് റൗണ്ട് ആവേണ്ട, ഇങ്ങനെ കുറച്ചിങ്ങനെ എന്താ പറയുക, ഒരു ഓവലും സർക്കിളും അല്ലാത്ത രീതിയിലുള്ള ബ്ലോക്സാണ് വരച്ച് കൊടുക്കുന്നത്. ഇനി അതിൽ മൊത്തമായിട്ട് നമ്മൾ ബ്ലാക്ക് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു പേപ്പർ കിട്ടും. ഡാൽമേഷ്യൻ പട്ടിക്കുട്ടിയൊക്കെ ഇല്ലേ, അതിൻ്റെയൊക്കെ ഒരു ലുക്കുള്ള ഒരു പേപ്പർ കിട്ടും. ഇനി നമ്മൾ ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒന്ന് മൊത്തമായിട്ട് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 3ആയിട്ട് ഫോൾഡ് ചെയ്യുക. അതിനുശേഷം ഈ ഫോൾഡ് ചെയ്ത 2 സൈഡുകളും സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി എക്സ്ട്രാ വരുന്നതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയുന്നുണ്ട്. പിന്നെ ഈ മൂന്നാമത്തെ ഫോൾഡിന് ഇതുപോലെ ഇങ്ങനെ കർവ് ഷേപ്പ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുൾ സൈഡ് ഫോം ടേപ്പാണ് എടുക്കുന്നത്. അപ്പോൾ ഒരു ഫോം ടേപ്പിൻ്റെ ഒരു കുഞ്ഞു പീസ് എടുത്തിട്ട് ഇതുപോലെ ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് ക്ലോസ് ചെയ്യുമ്പോൾ ഇതുപോലെ ഇങ്ങനെ നമുക്ക് ഒട്ടി നിൽക്കും. അപ്പോൾ ഇതിലും നമുക്ക് ആവശ്യമുള്ള പോലെ പെൻസിലോ പെന്നോ എന്താണെന്ന് വെച്ചാൽ ഫില്ല് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം സിമ്പിളായിട്ടുള്ള കുട്ടികൾക്ക് വരെ ചെയ്യാവുന്ന ഐഡിയാസാണ്. യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ വേറെയും വീഡിയോസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് എടുത്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.